അപ്പൊ ഇത്തവണ തൃശ്ശൂര് സുരേഷ് ഗോപി സംശയമില്ല. പ്രാവശ്യം തൃശ്ശൂർ ആര് കൊണ്ടുപോകും? സുരേഷ് ഗോപി കൊണ്ടുപോകും. കൊണ്ടുപോയില്ല, കൊടുക്കാണ്. ബുദ്ധിയുള്ള ജനങ്ങൾ കൊടുക്കും. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ വാദമല്ലേ? കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലം തൃശ്ശൂർ. ഇക്കുറി തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ കഴിയുമോ, അതോ നാട്ടുകാർ അത് സുരേഷ് ഗോപിക്ക് നൽകുമോ? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിന്റെ മണ്ണിലാണ്. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ഇക്കുറി തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ? നമുക്ക് നോക്കാം, വരൂ. ചേട്ടാ, ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ ചൂട് എത്രത്തോളായി? ആര് ജയിക്കും എന്നാ തോന്നണ ചേട്ടന്? സുരേഷ് ഗോപിക്ക് ഒരു സുരേഷ് ഗോപിക്ക് ചെറിയൊരു ഹോപ്പുണ്ട്. വ്യക്തിപരമായിട്ടെന്ന് പറയുമ്പോൾ അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാൾ ജയിക്കേണ്ടതാണ്. ജയിച്ചാൽ അയാൾ എന്തായാലും കട്ടുപിടിക്കില്ല. പിന്നെന്താ പറയാ, നമ്മുടെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും, സംശയമില്ല. അപ്പൊ ഇത്തവണ തൃശ്ശൂര് സുരേഷ് ഗോപി സംശയമില്ല. തൃശ്ശൂര് നമ്മുടെ റൗണ്ടിന്റെ അവിടെയുള്ള ആ ഒരു ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെയാ. അവിടെ കണ്ടോ, ബാക്കിൽ നമ്മുടെ ഓട്ടോയിൽ വരെ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒപ്പാണ്, ചതിക്കില്ല, ഉറപ്പാണ് എന്നാണ് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ പറയുന്നത്. സാധാരണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഓട്ടോക്കാരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് ഈ ഓട്ടോയുടെ ഉടമയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇത്ര നാളും ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും കാര്യമായ വികസനം തൃശ്ശൂരിന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, കരുവന്നൂർ പോലുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ വളരെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവർക്കും ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നെയാണ് സുരേഷ് ഗോപിക്ക് എല്ലാവരും വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ തൃശ്ശൂര് നമ്മുടെ സിനിമാ നടൻ മാത്രമാണ്, അല്ലാണ്ട് ആൾക്ക് രാഷ്ട്രീയം ഒന്നും അറിയില്ല, വെറുതെ ഒരു ഈ ഷോ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അത് ആള് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ രാഷ്ട്രീയം വെച്ചിട്ട് പുള്ളി ആരെയും സഹായിക്കാറില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ പലരും പുള്ളി ചെയ്യുന്ന സഹായങ്ങൾ പുള്ളി കൂടുതലും രാഷ്ട്രീയം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത് വയനാട്ടിലാണ്, പിന്നെ പാലക്കാടാണ്. ഇവിടെ ഒന്നും പുള്ളി നിൽക്കുന്ന പോലുമില്ല. പുള്ളിക്ക് രാഷ്ട്രീയം നോക്കി സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തൃശ്ശൂർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പുള്ളി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള വയനാടും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ പറയുന്നതിൽ തീർച്ചയായും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പുള്ളി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ നോക്കിയിട്ട് ഒരാളെ സഹായിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. മൂന്ന് മുന്നണികളും ഒരേ ഇതിലാണ് നിൽക്കണത്. സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ട്രോങ് ആണ്. എന്നാലും കുറച്ച് ഭൂരിപക്ഷം കൂടുതൽ സുരേഷ് ഗോപിക്കാണ് കൂടുതൽ എല്ലാവരും പറയുന്നത്. സുരേഷ് ഗോപിയാണ് ജയിക്കുന്നത് പറയണം. അങ്ങനെ കുറെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മത്സരം പക്ഷേ മൂന്നുപേരും കട്ടക്കായിരിക്കും. അത് കട്ടക്കായിരിക്കും. സുരേഷ് ഗോപിയാണ് ജയം കൂടുതൽ സാധ്യത. തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിന്റെ തിരക്കിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികളും. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. ഞങ്ങൾ അഭിപ്രായ സർവേ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ചൂടാണ് മക്കളെ, ഒരു രക്ഷയില്ല. മീനച്ചൂടെന്ന് പറഞ്ഞാൽ കൊട്ടിക്കയറുകയാണ്. ഞങ്ങളൊന്ന് കൂളാവാൻ കയറിയതാണ്. ചേട്ടാ, തൃശ്ശൂരത്തെ ഇലക്ഷനിൽ ഇപ്രാവശ്യം ആര് ജയിക്കുന്ന? സുരേഷ് ഗോപി. ഒന്നും ചെയ്യില്ല. എല്ലാവരും മാറി മാറി വലിച്ച് അവർക്ക് ഏൽപ്പിച്ചുകൂടെ. പിന്നെ അവർ 5 കൊല്ലമായിട്ട് വരിക കൊടുക്കില്ല. BJP വരാണ്ട് നാട് നന്നാവില്ല. BJP വരാണ്ട് നാട് നന്നാവില്ല. നമ്മുടെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ് ഒരുപാട് ചെയ്യണം. ഒരു വ്യക്തി നല്ല വ്യക്തിയാണ്. പിന്നെ ആൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ട്. മറ്റൊരു വോട്ട് ചോദിച്ച് അവരെ കാര്യം നോക്കി പോവുക. പിന്നെ 5 കൊണ്ട് വരിക, 1 വരിക, തിരിച്ചു കാണിക്കാൻ പോവുക. ഒന്നും നടക്കില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. ഇത് ആദ്യം കാലം മുന്നോട്ട് പോകില്ല. സുരേഷ് ഗോപി പറഞ്ഞത് പറയണം. ആര് ജയിക്കും എന്നാ തോന്നണേ ഇലക്ഷനില്? സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം. കാരണം എന്താ? കാരണം എന്താ പറയാ, സുരേഷ് ഗോപി എന്ന് വിചാരിക്കാനൊന്നുമില്ല. പക്ഷെ സുരേഷ് ഗോപി ആൾക്കാർക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം കൊണ്ട് സുരേഷ് ഗോപി ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ശരിക്ക് സുരേഷ് ഗോപിയുടെ ആളല്ല. അല്ല.
ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ അന്നും ഇന്നും എന്നും ആ. എന്തൊക്കെ ഇവര് ചെയ്തു. ഈ മാർക്സിസ്റ്റ് പാർട്ടി എനിക്ക് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടാ, ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഉറച്ചു നിൽക്കുന്നേ? എൻ്റെ തലമുറയായിട്ട് അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കത്. അതുകൊണ്ട് അല്ലാണ്ട് ഒന്നും കിട്ടിയിട്ടൊന്നല്ല. സുരേഷ് ഗോപി ജയിക്കണം എന്നുണ്ട്, കാരണം സുരേഷ് ഗോപി ഒരു നല്ലൊരു മനുഷ്യനായതുകൊണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചനയിലാണ്. സുരേഷ് ഗോപിയുടെ വോട്ട്, നിങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടില്ല. ഞങ്ങൾ വേറെ ഒരു സ്ഥലത്താണ്. നമുക്ക് നിങ്ങൾക്ക് വേറെ ആൾക്കാരാണ്. അത് കാരണം ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റും. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ്, ആൾക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ആഗ്രഹമുണ്ട്. ചേട്ടാ, എലക്ഷൻ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ എലക്ഷൻ ആര് ജയിക്കും എന്നാ ചേട്ടന് തോന്നുന്നു? സുരേഷ് ഗോപി ജയിക്കും. കാരണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. പിന്നെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്തു, അതിന് കുറെ കണ്ടമാന വിവാദങ്ങളൊക്കെ ആയി. അത് അവര് ഇത് ആര് കൊടുക്കണമെന്ന് നോക്കിയാൽ മതി. ആ സ്വർണ്ണമാണോ വെള്ളിയാണോ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. അത് അവരാളൊരു വഴിപാട് അത് ആൾ കൊടുക്കുന്നു. ഇവിടെ എന്ത് വന്നാലും സുരേഷ് ഗോപി 100% വിജയിക്കും. നമ്മുടെ ഇലക്ഷനിൽ ആര് ജയിക്കും ഇപ്രാവശ്യം? തൃശ്ശൂർ ആര് കൊണ്ടുപോകും? സുരേഷ് ഗോപി കൊണ്ടുപോകും. കൊടുക്കാണ്. ബുദ്ധിയുള്ള ജനങ്ങൾ കൊടുക്കും. അതാണ് 2 പ്രാവശ്യം കൊടുത്തിട്ട് ഇപ്പൊ കണ്ടില്ലേ. അപ്പൊ ആ തിരിച്ചറിവുണ്ടെങ്കിൽ ജനങ്ങൾ കൊടുക്കും. കൊടുത്ത ആൾ കൊണ്ടുപോകും ചെയ്യും. അതാ തൃശ്ശൂർ കേന്ദ്രമന്ത്രി മോദി പറഞ്ഞ വാക്ക് ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി തന്നെ. മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് നടക്കും. നടക്കും. അങ്ങനെയാണ്. ഒരു എത്രത്തോളം ഒരു ഭൂരിപക്ഷത്തിലായിരിക്കും നമ്മുടെ സുരേഷ്? ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. കാരണം ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല. ആളുകളുടെ ഒരു ചെറിയൊരു വ്യക്തിത്വത്തിന്റെ മുകളിൽ എല്ലാവരും ജയിച്ചിക്കണേ. പാർട്ടി ബേസിലൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ പ്രതാപേട്ടനായാലും സുനിലേട്ടനായാലും ഒക്കെ നല്ല ക്യാരക്ടറുകളാണ്. പക്ഷെ അവർക്കൊക്കെ ഓരോ പ്രാവശ്യം അവസരം കൊടുത്താ അവസരം കൊടുക്കാണ്ട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുരേഷ് ഗോപി. 2 തവണ തോറ്റ ആളെന്ന് പറയില്ലേ, തോറ്റിട്ടും ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കാലത്ത് അവിടെ കാർത്തിനമ്പലത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പ്രാവശ്യത്തെ ജനങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കൊണ്ടുപോകും.